ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഇന്നൊക്കെ ആയിട്ടൊരു വീഡിയോ കാണുന്നുണ്ട്. പലരും റിയാക്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ശാന്തിവിള ദിനേശൻ 2 താരങ്ങളെ കുറിച്ച്, ഒരു ആങ്കറും ആയിരുന്നു, പിന്നെ ഇപ്പൊ ഒരാള് സോഷ്യൽ മീഡിയയിൽ അതിലും വലിയ വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു 2 ലേഡികളെ കുറിച്ച് ശാന്തിവിള ദിനേശന്റെ ഒരു പ്രസ്താവന വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ കാണാനിടയായി. അപ്പൊ അത് ആദ്യം കേട്ടു തുടങ്ങാം. ആരെന്നുള്ളത് നിങ്ങൾ ഊഹിക്കുക. എനിക്ക് ഊഹിക്കാൻ പറ്റും, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം പറയുന്ന പിന്നെ തെറ്റിപ്പോയ പിന്നെ വെറുതെ പണി മേടിച്ചു കിട്ടുമല്ലോ. അതുകൊണ്ട് ഊഹിച്ചാൽ മതി, നിങ്ങളും പറയണമെന്നില്ല. കേട്ടു നോക്കാം. കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരു സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി, എന്നിട്ട് അങ്ങോട്ട് അമ്മാനം നിർത്താൻ പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണ് അത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന നേരത്ത് എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റും? ഞാൻ അകത്തായി പോകും. അപ്പം നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ല. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞു. അടുത്ത വാരഫലം തന്നെ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ല് വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കുറെ വർഷങ്ങൾക്ക് മുന്നേ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ഈ സ്റ്റേജ് ഷോ നടത്തുന്ന, ഈ ഇവിടുന്ന് സിനിമാ താരങ്ങളെല്ലാം UK, കാനഡ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സ്റ്റേജ് ഷോ നടത്തുമല്ലോ. ആ ഷോയ്ക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുന്ന മലയാളികൾ, അവരുടെ മലയാളി അസോസിയേഷന്റെ ഒക്കെ അവരുടെ ഭാഗമായിട്ടായിരിക്കും ഇവരെ വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇവരുടെ മലയാളികളുടെ വീട്ടിൽ താമസിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. അതൊന്നും അല്ലാതെ നടിമാരോടുള്ള ആരാധന മൂത്ത് നടിമാരെ വിളിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് ലക്ഷങ്ങളും കോടികളും കളഞ്ഞ് അവസാനം ഡയമണ്ടും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അവസാനം പാപ്പരായിട്ട് തിരിച്ച് നാട്ടിൽ വന്നവരുടെ ചില കഥകളൊക്കെ കേൾക്കാറുണ്ട്.
ഇതൊന്നും കേട്ടിട്ടേ ഉള്ളൂ, ഗോസിപ്പായിട്ട്. ഇതൊന്നും നമ്മുടെ ഭാഗത്ത് തെളിവൊന്നുമില്ല, കേട്ടത് മാത്രമായി പറഞ്ഞ്. പിന്നെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഇതുപോലെ ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് വീടും നാടും വിട്ട് സ്വന്തം ഭാര്യ മക്കളെയൊക്കെ വിട്ട് നിൽക്കുന്നവരോ അല്ലെ അച്ഛനമ്മയൊക്കെ വിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പണം ഇതുപോലെ വരുന്നവർക്ക് ചെലവഴിക്കുന്ന മണ്ടന്മാരെ നമ്മൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഇവരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന ഒരു കീഴ്വഴക്കമാണ് ഇങ്ങനെ വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കുക. ചില മലയാള നടിമാരെ കുറിച്ച് അവരാകെ 3-4 പടങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അവരുടെ വിവാഹത്തിനിട്ട സ്വർണവും അവര് സ്വന്തമായിട്ട് വെച്ച വീടും ഒക്കെ കണ്ട കോടികളുടെ ആസ്തിയാണ് പറയുന്നത്. പല വളരെ സ്വഭാവമായിട്ടുള്ള നല്ലതായിട്ട് പറയുന്ന നടിമാരുടെ സ്വന്തം വീടുകൾ കാണണം. ആ കാലത്ത് മലയാള സിനിമയിൽ ഒരു പടത്തിൽ അഭിനയിച്ച 4 ലക്ഷം 3 ലക്ഷം സ്ത്രീകൾക്ക് കിട്ടുള്ളൂ. പുരുഷന്മാർക്കാണ് ഇങ്ങനെ 25 കോടിയൊക്കെ ഇപ്പൊ കിട്ടുന്നത്. ഇപ്പോഴും സ്ത്രീകൾക്ക് വലിയ കൂടുതൽ ഇല്ല. മഞ്ജു വാര്യരെ മാറ്റി നിർത്തി പറയണം, മഞ്ജു വാര്യർക്ക് നല്ല പ്രതിഫലമുണ്ട്. എന്നാലും പുരുഷന്മാരുടെ അത്രയൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള നടിമാരും അവരുടെ സമ്പാദ്യം നമ്മൾ കേട്ടാ ഞെട്ടിപ്പോവും. അത് എന്തുകൊണ്ടാണോ, വല്ല സ്വർണ്ണക്കടത്താണോ അല്ലെ അതെന്താണെന്ന് നമുക്കറിയത്തില്ല. എന്താണേലും ഇവരുടെയൊക്കെ രീതികൾ ഇല്ലീഗലാണ് കുറെ അധികം. ഇപ്പൊ നമുക്ക് CJ റോയിയുടെ മരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഇവര് പറ്റീരുകാരാണ്, കംപ്ലീറ്റ് നമ്പർ 2 ബിസിനസ്സുകാരെന്ന് പറയാം. അതാണ് ഇവരുടെയൊക്കെ പരിപാടി. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാനും എടുക്കാനും അവർക്ക് സമ്മാനം കൊടുക്കാനും വേണ്ടി സ്വന്തമായിട്ട് മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന കാശും ഒക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരല്ലേ മണ്ടന്മാര്. അല്ലാതെ ഇവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെയല്ലേ പറയണ്ടേ. ഇതിന്റെ അകത്തൊരു കോമഡി ചിരിക്കണ്ടേ ഈ വീഡിയോയ്ക്ക് അവിടെ ഞാൻ കണ്ട ഒരു കോമഡി അല്ല. ഈ മലയാളികൾക്ക് ഒരുത്തൻ എഴുതിയിരിക്കുന്ന ഈ മലയാളികൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ, ഇത് മൊത്തം വെച്ചുകെട്ടാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേന്ന്. അങ്ങനെ ഒരു ചിരിക്കേണ്ട ഒരു തമാശയായിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടു. അതിന്റെ അകത്ത് തമാശയാണെങ്കിലും കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ എന്തുവാണ് ഇതിനൊക്കെ, എന്തുവാണ് ഇവർ ഇത്രയ്ക്ക് എന്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് ഈ പറയുന്നത്? ഇതിനൊക്കെ എന്തിനു ഇത്രയും പൈസ മുടക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണേലും വീട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ വല്ലവർക്കും കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഊളയായിട്ട് ജീവിക്കാതിരിക്കാൻ നോക്കുക. രണ്ടാമതിപ്പം ശാന്തിവിള ദിനേശൻ പറഞ്ഞ അനുസരിച്ചാണ് പലരുടെയും വീഡിയോയും പലരുടെയും ഫോട്ടോയും എല്ലാം പലരും എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഈ കുടിച്ച് അർമാദിക്കുമ്പോ വേറെ പലരും പതുങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നാളെ ഇത് സൂക്ഷിച്ചില്ലേ, ഈ പോയ നിങ്ങളുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിരിക്കും കൂടെ ഡാൻസ് ചെയ്യുന്നു ആടുന്നു ഒക്കെ ആയിട്ട് പുറത്തു വരിക. അപ്പൊ ജീവിതം പോകാൻ അത് മതി. അവർക്കൊക്കെ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ആരെന്ത് സോഷ്യൽ മീഡിയ പറഞ്ഞാലും ഇപ്പൊ ഈ വീഡിയോയിൽ ശാന്തിവിള ദിനേശൻ പേര് വന്നിട്ടില്ല. ഇനി പേര് പറഞ്ഞാലും നോ പ്രോബ്ലം. ഇപ്പൊ ആദ്യം പറഞ്ഞ ആങ്കർ എന്ന് പറഞ്ഞ എന്റെ ഒരു ഊഹം ആ മുട്ട പുഴുങ്ങി വായിലിട്ട്, ചൂടുള്ള മുട്ട പുഴുങ്ങി വായിലിട്ടിട്ട് ഇംഗ്ലീഷ് പറയുന്ന എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ആങ്കറിനെ കുറിച്ചാ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അവരെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോ ഒക്കെ പണ്ടിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ കല്ലി വല്ലി എന്ന് പറയുന്ന പോലത്തെ അതൊക്കെ ആ വഴിക്ക് നടക്കും എന്നുള്ള രീതിക്കൊക്കെയുള്ള ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമല്ല. ഈ സോഷ്യൽ മീഡിയ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല ഈ 2 കൂട്ടരും, ഇവർ ഈ പറഞ്ഞ 2 കൂട്ടരും. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നവർക്ക് പുറകിലൊരു ജീവിതം കാണും. കാരണം സാധാരണ ആൾക്കാരായിരിക്കും, അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അതേ പറയുള്ളൂ. അല്ലാതെ ഇവർക്കൊന്നും നഷ്ടപ്പെടാൻ ഇനിയൊന്നുമില്ല. കേൾക്കാവുന്നതിന്റെയൊക്കെ മാക്സിമം അവർ കേട്ട് കഴിഞ്ഞു. ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ അവർ ജീവിച്ചു പോകുന്നതാണ്. അവർക്ക് അത്രയുള്ള അതിന്റെ കാര്യം. അങ്ങനെ ജീവിക്കാൻ പറ്റൂ. ഈ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ കൂടെ പോകുന്നവരെ ആലോചിക്കുക, അവരുടെ മുന്നിലൊരു ജീവിതമുണ്ട്. നിസ്സാര കാര്യത്തിന്റെ പുറത്ത് ചിലപ്പോൾ ലൈഫ് നഷ്ടപ്പെടും. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.